എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രസം എങ്ങനെയാ. സദ്യക്കൊക്കെ നമുക്ക് ലാസ്റ്റ് ഊണ് കഴിയാറാവുമ്പോഴത്തേക്ക് ഒരു രസം കൊണ്ടുവരൂലേ, ആ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള രസമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വരും. ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ തക്കാളി, പച്ചമുളക് 4 എണ്ണം, ചെറിയ ഉള്ളി 5-6 എണ്ണം എടുക്കണം, 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില. വറുത്ത് പൊടിച്ച് ചേർക്കാനുള്ള ഉലുവ, ജീരകം, കുരുമുളക്, പിന്നെ കായം, ഒരു കഷ്ണം കായം. ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് വേവിച്ചത് വെള്ളത്തോടു കൂടി എടുക്കണം. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് അതും വയ്ക്കണം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ കായം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മറ്റേ ഉലുവയുടെയൊക്കെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഈ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2-3 വറ്റൽ മുളകും മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്നിളക്കി കൊടുക്കണം. തക്കാളി ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൽ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ എരിവുള്ളത്, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പും അത് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് തുവരപ്പരിപ്പ് മതി, അത് നല്ലപോലെ വെന്തുടയണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഉലുവ, ജീരകം, അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ ശർക്കരയാണ്. പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ശർക്കര ചേർക്കുന്നത് ഇതിൻ്റെ രുചി ഒന്ന് കൂട്ടാനാണ്. ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ചേർക്കുന്നത്. ലാസ്റ്റായിട്ട് രസം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മല്ലി ഇലയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് തിള കയറിയാൽ മതി.
സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാൻ ഉണ്ടാക്കിയ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന ആ രസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.